ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ പാഠം വൈൻഡപ്പ് ചെയ്തു അല്ലേ? നമ്മളപ്പോൾ അടുത്ത പാഠഭാഗം തുടങ്ങുകയാണ്. രണ്ടാമത്തെ പാഠം ആവറേജ് അഥവാ ശരാശരി. ഒക്കെ ആദ്യമായിട്ടാവും കേൾക്കുന്നുണ്ടാവുക അല്ലേ? അല്ല, ആവറേജ് എത്ര എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ 30-35 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കും. അവർക്ക് ഗണിതത്തിൽ അഥവാ മാത്സിൽ ഓരോരുത്തർക്കും കിട്ടിയ മാർക്കുകൾ പല പല രീതിയിലായിരിക്കും. അപ്പൊ അവിടുത്തെ ഹെഡ് മാസ്റ്റർ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ക്ലാസ്സില് മാത്സിന്റെ ആവറേജ് മാർക്ക് എത്രയാ, ശരാശരി മാർക്ക് എത്രയാ കിട്ടുക? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ SSLC റിസൾട്ട് വന്നു, SLC പരീക്ഷ കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോ പല കുട്ടികൾക്കും പല ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പൊ ആ സ്കൂളിന്റെ ആവറേജ് എത്രയാ, വിജയ ശതമാനം ആവറേജ് എത്രയാ പറയാൻ പറ്റുക? അങ്ങനെ ഒന്നിലധികം അളവുകളുടെ ആവറേജ് അല്ലെങ്കിൽ ശരാശരി കണ്ടെത്തുന്ന വിധമാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ആവശ്യമുള്ളതാണ്. നിത്യജീവിതത്തിൽ നമുക്ക് പല രീതിയിലും ആവശ്യപ്പെടും കേട്ടോ, ഉപകാരപ്പെടും നമുക്ക്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. മിക്കതും വേർഡ് പ്രോബ്ലംസ് വഴിക്കണക്കാണ് ഉണ്ടാവുക എങ്കിൽ പോലും നമുക്ക് ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും 3 ഫോർമുലാസ്, സമവാക്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ തന്നെ ഈ വർഷം കഴിയണത് വരെയല്ല, ജീവിതകാലം മുഴുവൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ആ ഫോർമുല നമുക്ക് ഏതൊക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും അറിയണം. അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അപ്പൊ ആ 3 ഫോർമുലാസ് പഠിച്ചാൽ, അത് ആദ്യത്തെ ഫോർമുലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടാണ് ബാക്കി 2 വരുന്നത്. ആ ഫോർമുല പഠിച്ചാൽ നമുക്ക് ഈ ലെസൺ എല്ലാം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ടീച്ചർ ഇവിടെ പറഞ്ഞു തരുന്ന കണക്കുകൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നല്ലാതെ നോട്ടിലേക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓരോ ക്ലാസ് കഴിഞ്ഞാലും ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ടീച്ചർ നോട്ട് അയച്ചു തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതിയെടുക്കുകയേ വേണ്ടു കേട്ടോ. അപ്പൊ നമ്മള് ആവറേജ് എന്നുള്ളതിന്റെ ഈ ലെസണിൽ പഠിക്കാനുള്ള ഫോർമുലയാണ് ആദ്യം ടീച്ചർ പറഞ്ഞുതരാൻ വരുന്നത്. ആ ഫോർമുല ഉപയോഗിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഈ ലെസൺ അപ് ടു എൻഡ്, ഈ ലെസന്റെ അവസാനം വരെ നമുക്ക് അറിഞ്ഞിരിക്കണമെങ്കിൽ ഈ ഫോർമുലാസ് അറിയണം. എന്താ അറിയോ, ആദ്യം തന്നെ നമുക്ക് ആവറേജ് കണ്ടെത്താനുള്ള ഫോർമുല എന്താണെന്ന് അറിയണം. ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ, അല്ലെങ്കിൽ ബാക്കി കോളത്തിൽ ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ റഫ് ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക നമുക്ക്. കാരണം ഈ പ്രോബ്ലംസ് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, അപ്പൊ ആൻസർ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ആവറേജ് ഇസ് ഈക്വൽ ടു ഫോർമുല sum of numbers by total number. എന്താണ് ആവറേജ് കാണാനുള്ള ഫോർമുല? സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. ശരാശരി എന്നുള്ളതാണ് മലയാളത്തില്. ശരാശരി എന്നാണ് പറയാ. ശരാശരി എന്താണ്? ആകെ തുക, തന്നിരിക്കുന്ന സംഖ്യകളുടെ തുക കണ്ടെത്തി ബൈ ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര സംഖ്യകളാണോ തന്നിരിക്കുന്നത് ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബൈ എന്ന് പറഞ്ഞാൽ ഹരിക്കുക എന്നാണ് അർത്ഥം. ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ആവറേജ് അഥവാ ശരാശരി. നമുക്ക് മനസ്സിലപ്പോ തന്നെ പറയാം. ആവറേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. ശരാശരി ഇസ് ഈക്വൽ ടു ആകെ തുക ബൈ എണ്ണം. ഇനി ഈ ലെസൺ കഴിയുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരോടും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോ ഇതൊരു ഫോർമുലയാണ്. ഇനിയോ ഇതിൽ നിന്നാണ് ഇനി അടുത്ത ഫോർമുലാസ് ഒക്കെ വരുന്നത്. അതായത് ഇപ്പൊ സം ഓഫ് നമ്പേഴ്സും ടോട്ടൽ നമ്പറും തന്നാൽ ആവറേജ് കണ്ടെത്താനാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഇനി ചിലപ്പോ എന്ത് ചെയ്യുന്നറിയോ, ആവറേജും ടോട്ടൽ നമ്പറും തരും. നിങ്ങളോട് സം ഓഫ് നമ്പേഴ്സ് ആകെ തുക കാണാനായിട്ട് ചോദിച്ചാൽ, അതായത് സം ഓഫ് നമ്പേഴ്സ് അഥവാ ആകെ തുകയാണ് ചോദ്യമെങ്കിൽ എന്താണ് ഫോർമുല എന്നുള്ളതാണ് കേട്ടോ. സം ഓഫ് നമ്പേഴ്സ് കാണാനുള്ള ഫോർമുല എന്താ അറിയോ, ആവറേജ് ഇൻടു ടോട്ടൽ നമ്പർ. ആവറേജ് ഇൻടു ടോട്ടൽ നമ്പർ, അതായത് എന്താണ്, ശരാശരി ഇൻടു എണ്ണം. ശരാശരി ഇൻടു എണ്ണം. അതായത് സം ഓഫ് നമ്പേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എങ്കിൽ കണ്ടെത്താൻ ആവറേജ് ഇൻടു ടോട്ടൽ നമ്പർ. അപ്പൊ ചോദ്യത്തിലെ ആവറേജും ടോട്ടൽ നമ്പറും തന്നിട്ടുണ്ടാവും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഫോർമുല. ഇനി മൂന്നാമത്തെ ഫോർമുല എന്താണെന്നറിയോ, ടോട്ടൽ
ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എങ്കിൽ എണ്ണം ടോട്ടൽ നമ്പർ അഥവാ എണ്ണമാണ് ചോദിച്ചത് എങ്കിൽ എന്താണ് ഫോർമുല? ഒന്ന് റഫ് ബുക്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അത് എണ്ണമാണ് ചോദിച്ചത് എങ്കിൽ എന്താ വരിക? സം ഓഫ് നമ്പേഴ്സ് ബൈ ആവറേജ്. എന്താണ് വരുന്നത്? സം ഓഫ് നമ്പേഴ്സ് ബൈ ആവറേജ്. അതായത് മലയാളം മീഡിയംകാരുടെ എന്താ വരിക? ആകെ തുക ബൈ ശരാശരി. ആകെ തുക ബൈ ശരാശരി. ഈ മൂന്ന് ഫോർമുലാസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആവറേജ് is equal to sum of numbers by total number. Total number is equal to sum of numbers by average. Sum of numbers is equal to total number into average. ശരാശരി is equal to ആകെ തുക by എണ്ണം. ആകെ തുക is equal to ശരാശരി into എണ്ണം. എണ്ണം is equal to ആകെ തുക by ശരാശരി. ഈ മൂന്ന് സമവാക്യങ്ങളാണ് നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ ലെസൺ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുത്താൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സംഭാവന കണക്ക്. ടീച്ചർ നോട്ട് അയച്ചു തരും എന്നുണ്ടെങ്കിൽ പോലും ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 മലയാളം മീഡിയംകാരുടെയാണ് ആദ്യം വായിക്കണേ. നോക്കൂ. ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ 6A ക്ലാസ്സിലെ കുട്ടികൾ 1000 രൂപ പിരിക്കാൻ തീരുമാനിച്ചു. ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. എല്ലാവരും ഒരേ തുക കൊടുക്കണമെന്നും നിശ്ചയിച്ചു. ഓരോരുത്തരും എത്ര രൂപ വീതം കൊടുക്കണം? അതായത് ഒരു 6A ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയംകാരുടെ നോക്കി നോക്കൂ. ഡൊണേഷൻ മാത്ത് എന്നുള്ള ഹെഡിങ്ങിന്റെ താഴെ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ ലെസന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ കേട്ടോ. ഇപ്പൊ നോട്ടിൽ ഇപ്പൊ എഴുതണ്ട, ശ്രദ്ധിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചിരിക്കുക. Children in class 6A decided to raise 1000 rupees to buy books for the library. 6A ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും കൂടി ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് മൊത്തം 1000 രൂപയാണ് കൊടുത്തത്. There are 40 children in the class. ആ ക്ലാസ്സിൽ മൊത്തം 40 കുട്ടികളാണ് ഉള്ളത് എങ്കിൽ അവർ ഒരേ തുകയാണ് എല്ലാവരും കൊടുക്കുന്നത് എന്ന് തീരുമാനിച്ചു എങ്കിൽ ഓരോരുത്തരും എത്ര രൂപ വീതമാണ് കൊടുക്കേണ്ടത്? ഇത് എഴുതി കഴിഞ്ഞല്ലോ. മാച്ചോട്ടെ ടീച്ചർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലെസന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? 6A ക്ലാസ്സിൽ ആകെ 40 കുട്ടികളാണുള്ളത്. അവര് 40 പേര് കൂടി. അപ്പൊ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 40. നമ്മുടെ ഫോർമുലയിൽ ഏതൊക്കെ കാര്യങ്ങള് ഫോർമുലയും തന്നിരിക്കുന്ന പ്രോബ്ലം തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് ഫോർമുലയിൽ നമുക്ക് ആകെ 3 ടേംസേ ഉള്ളൂ. ഏതൊക്കെ? ആവറേജ്, സം ഓഫ് നമ്പേഴ്സ്, ടോട്ടൽ നമ്പർ. ശരാശരി, ആകെ തുക, എണ്ണം. ഈ 3 എണ്ണത്തിൽ 2 എണ്ണം എപ്പോഴും തരും ക്വസ്റ്റ്യനിൽ. അത് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഇവിടെ ക്ലാസ്സിലാകെ 40 കുട്ടികളാണ് ഉള്ളത്. അത് ആ ഫോർമുലയിൽ ഏതായിരിക്കും? ടോട്ടൽ നമ്പർ, എണ്ണമല്ലേ ആയിരിക്കുക. അപ്പൊ ടോട്ടൽ നമ്പർ അഥവാ എണ്ണം എന്നുള്ളത് എന്ത് വന്നു? ടോട്ടൽ നമ്പർ, എണ്ണം എന്നുള്ളത് ഇവിടെ എത്ര തന്നിരിക്കുകയാണ്? 40 കുട്ടികളാണ് ഉള്ളത് എന്ന് തന്നിരിക്കുന്നു അല്ലെ? പിന്നെയോ അവരെല്ലാവരും കൂടി ആകെ പിരിച്ചു കിട്ടിയ സംഖ്യ 1000 രൂപയാണ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ്? സം ഓഫ് നമ്പേഴ്സ്. ആകെ അല്ലേ? ആകെ തുക. സം ഓഫ് നമ്പേഴ്സ് അഥവാ ആകെ തുക എന്ന് പറയുന്നത് എത്ര കിട്ടിയപ്പോ? 1000 rupees. 1000 എന്നും കിട്ടി. നമ്മൾ എപ്പോഴും ഏത് പ്രോബ്ലം ഇതിൽ കിട്ടിയാലും നമ്മൾ ഫോർമുലയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്റെ ഫോർമുലയിലെ എനിക്ക് ഈ പ്രോബ്ലത്തിൽ ഏതൊക്കെ ടേംസ് ആണ് തന്നിരിക്കുന്നത്? ആകെ തുകയാണോ, എണ്ണമാണോ, ശരാശരിയാണോ, ഇതിലേതാണ് തന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ കുട്ടികളുടെ എണ്ണം ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായത് ഫോർമുലയിലെ ടോട്ടൽ നമ്പർ അഥവാ എണ്ണമാണ് തന്നിരിക്കുന്നത്. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂടി കൊടുത്ത തുക, ആകെ തുക എന്ന് പറയുന്നത് 1000 ആണെന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ആകെ തുക അഥവാ സം ഓഫ് നമ്പേഴ്സ് 1000 ആണ്. അപ്പൊ ഇതിൽ എന്താണ് കാണേണ്ടി വരിക? ഇതിൽ കാണേണ്ടത് എന്താ?
രണ്ടെണ്ണം തന്നിട്ടുണ്ട്. ഇനി ഏതാ ഇല്ലാത്തത്? ആവറേജ് ആണ് ഇല്ലാത്തത്. അപ്പൊ ആവറേജ് കാണാനുള്ള ഫോർമുല എന്താ? ആകെ തുക ബൈ എണ്ണം അഥവാ സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. ആകെ തുക ബൈ എണ്ണം. എത്രയാണ് സം ഓഫ് നമ്പേഴ്സ്? 1000 rupees ബൈ എണ്ണം എത്രയാ? 40. ഈ 1000 ഡിവൈഡ്സ് 40 നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത് എങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ. 1000 ഡിവൈഡ്സ് 40 എന്താ വരിക? 2 അല്ലേ? 80 20 ഈ സീറോസ് കൂടി ഇറക്കിയിട്ടു. അപ്പൊ 200 എത്രയാ വന്നേ? 5 200 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? rupees 25. അപ്പൊ കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് എഴുതിയിട്ട് ടീച്ചർ നോട്ട് അയച്ചു തരും. സ്റ്റെപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ടു സെയിം ലൈനിൽ തന്നെ വേണം. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ലൈൻ വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റെപ്സ് എഴുതണം, റൈറ്റ് സൈഡിൽ ഈ കാൽക്കുലേഷൻസ് എഴുതാൻ പറഞ്ഞു. നെക്സ്റ്റ് പ്രോബ്ലം ടീച്ചർ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും കേട്ടോ, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. ടീച്ചർ അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് നോട്ട് അയച്ചു തരിക. അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ നോട്ടിലേക്ക് പകർത്തുക വേണം. നീറ്റ് ആവണം. ഈക്വൽ ടു എന്നുള്ളത് സെയിം ലൈനിലാണ്. അപ്പൊ ആ തുടക്കത്തിൽ നിങ്ങൾക്ക് സെയിം ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണേ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് വൺ, കുട്ടികളുടെ ആകെ എണ്ണം 40 തന്നിരിക്കുന്നു. ആ കുട്ടികൾ ആകെ കൊടുത്ത തുക 1000 ആണെന്ന് തന്നിരിക്കുന്നു എങ്കിൽ ശരാശരി ഓരോ കുട്ടിയും കൊടുത്ത രൂപ എത്ര, ആവറേജ് എത്ര എന്നുള്ളത് ഫോർമുല നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം കേട്ടോ. അതിന് മാർക്ക് ഉണ്ടാവും പരീക്ഷയ്ക്ക്. അപ്പൊ ഫോർമുല എഴുതിയിട്ടേ നമ്മൾ സംഖ്യകൾ അതിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മാച്ചോട്ടെ ഇത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എന്താന്നുള്ളത്. അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താ സെക്കൻഡ് വൺ? സെക്കൻഡ് വൺ ക്വസ്റ്റ്യൻ അതിന്റെ താഴെയുള്ളത് ദേ നോക്കൂ. There are 30, ആ ചിത്രത്തിന്റെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് there are 30 children in class 6B. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്നുള്ളതൊന്ന് പെൻസിലോട്ട് മാർക്ക് ചെയ്ത് വെച്ചോളൂ. There are 30 children in class 6B. They raised 1200 rupees for a medical fund. Can you calculate how much each gave? അതുവരെയാണ് ആ ക്വസ്റ്റ്യൻ ഉള്ളൂ. എന്താ ചോദ്യത്തിന്റെ അർത്ഥം? എന്താ പറയുന്നത്? എന്നാൽ 6B ക്ലാസ്സിലാകെ 30 കുട്ടികളാണ് ഉള്ളത്. അവരൊരു ചികിത്സാ സഹായ നിധിയിലേക്ക് എല്ലാവരും കൂടി 1200 രൂപയാണ് ആ ക്ലാസ്സിൽ നിന്ന് കൊടുത്തത് എങ്കിൽ ഓരോ കുട്ടിയും ശരാശരി എത്ര രൂപ വീതമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിന്റെ അതേപോലെ തന്നെ. അതായത് ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അത് തന്നിരിക്കുന്നു 30 ആണെന്ന്. ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂടി പിരിച്ചെടുത്ത ആകെ തുക എത്രയാണ്? 1200 എന്നും തന്നിരിക്കുന്നു എങ്കിൽ ഓരോ കുട്ടിയും എത്ര വീതമാണ് കൊടുത്തത് എന്നുള്ളത് കാണാൻ എന്താ ചെയ്യാ? നമ്മൾ എഴുതേണ്ടത് നോട്ട്ബുക്കിൽ ഈ രീതിയിലാണ് കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതണം, ആൻസറിലാണ് ഞാൻ ഈ പറയുന്നത്. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്തെടുക്കണം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇങ്ങനെയാണ്. ഒരെണ്ണം ഞാൻ കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതേണ്ടത് കാണിച്ചു തരിക കേട്ടോ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 6B, class 6B. Number of students in class 6B is equal to 30. 6B ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം മലയാളം മീഡിയംകാർ അങ്ങനെ എഴുതണ്ട. 6B ക്ലാസ്സിലെ ആകെ കുട്ടികൾ ഇപ്പൊ എഴുതണ്ട, ഞാൻ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരികയാണ്. ഇനി എന്താണ്? ടോട്ടൽ എമൗണ്ട് they raised. Total amount they raised. That is equal to rupees 1200. Therefore, average എന്നുള്ള രീതിയിലല്ല അവിടെ ചോദ്യം ചോദിച്ചേക്കണേ. എന്താണ് മലയാളം മീഡിയം കാര്യത്തിൽ എഴുതുക? ആകെ തുക എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? The amount each one gave. The amount each one gave is equal to, ഇതിലാണ് നമ്മൾ ഫോർമുല എഴുതേണ്ടത്. ഇത് എന്താ കണ്ടത്? ആവറേജ് ആണ് കണ്ടെത്തേണ്ടത് അല്ലെ? എന്തൊക്കെ തന്നിരിക്കണേ? നമ്മുടെ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ എന്താണോ എഴുതേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്സ് എഴുതേണ്ടത്. അല്ലാതെ ടോട്ടൽ നമ്പർ അതുപോലെ സം ഓഫ് നമ്പേഴ്സ് അങ്ങനെ ഫോർമുലയിൽ അതേ ടേംസ് തന്നെ ആയിരിക്കില്ല നമ്മൾ എഴുതേണ്ടതാണ് കേട്ടോ.
അപ്പൊ ഇതിൽ എന്താ തന്നിരിക്കുന്നത്? കുട്ടികളുടെ എണ്ണം തന്നിരിക്കുന്നു, ആകെ തുക തന്നിരിക്കുന്നു, സം ഓഫ് നമ്പേഴ്സും തന്നിരിക്കുന്നു, ടോട്ടൽ നമ്പറും തന്നിരിക്കുന്നു. അപ്പൊ എന്താ കണ്ടെത്തേണ്ടത്? ആവറേജ് ആണ്. ആവറേജ് കാണാനുള്ള ഫോർമുല ആദ്യം എന്തായാലും എഴുതണം. സം ഓഫ് നമ്പേഴ്സ് ബൈ the total number, sum of numbers by total number, that is equal to ആകെ തുക by എണ്ണം 1200 by 30. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കി. 1200 divides 30. 4 times 120 subtract ചെയ്തു. 0 divides 30 0. That is equal to rupees 40 എന്നുള്ളത് ആൻസർ കിട്ടി. അപ്പൊ ഓരോ പ്രോബ്ലം കഴിഞ്ഞാലും ഇതേപോലെ ഫുൾ ലെങ്ത് ലൈൻ വരച്ചിട്ടേ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഇതുപോലെ എഴുതി തുടങ്ങാൻ പാടില്ല. വേർഡ് പ്രോബ്ലം ആകുമ്പോൾ പ്രത്യേകിച്ച് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാലും നമ്മൾ ഫുൾ ലെങ്ത് ഇൻക്ലൂഡിങ് വർക്കിംഗ് കോളം ഫുൾ ലെങ്ത് വരച്ച് വൃത്തിയായിരിക്കണം ടെക്സ്റ്റ് നോട്ട്ബുക്ക് കാണാനായിട്ട് മാത്സ് കേട്ടോ. മാച്ച് വരച്ച് കുറെ വെട്ടി അങ്ങനെ ആവരുത്. നോട്ട്ബുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ എന്താ ചെയ്യാന്നുള്ളത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കി നോക്കൂ. പേജ് നമ്പർ നമ്മൾ മറച്ചു. പേജ് നമ്പർ 20. പേജ് നമ്പർ 20 ഒരു ഹെഡിങ് കണ്ടു, ആവറേജ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടോ? ആ ആവറേജ് പ്രോബ്ലംസിലെ ആദ്യത്തെ അതിന്റെ തൊട്ട് താഴെയുള്ള ഹെഡിങ്ങിന്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻ അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തു കേട്ടോ. Manikutan supplies milk to the society each day. Last week he supplied 56 liters in all. How much did he give each day of this week on average? ചോദ്യത്തിന്റെ അർത്ഥം എന്താണ് പറയുന്നത്? എന്താ ചോദ്യത്തിന്റെ അർത്ഥം നോക്കൂ. മണിക്കുട്ടൻ എല്ലാ ദിവസവും സൊസൈറ്റിയിൽ പാല് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ആകെ 56 ലിറ്റർ പാലാണ് കൊടുത്തത്. ഒരു ദിവസം ശരാശരി എത്ര ലിറ്റർ പാലാണ് കൊടുത്തത്? കഴിഞ്ഞ ആഴ്ച മൊത്തം. അപ്പൊ ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം ഇവിടെ തന്നിട്ടില്ല കേട്ടാ. എണ്ണം എത്രയാന്ന് തന്നിട്ടില്ല. എന്താണ്? കഴിഞ്ഞ ആഴ്ച ആകെ കൊടുത്ത പാലിന്റെ അളവ്, അതായത് ആകെ തുക, സം ഓഫ് നമ്പേഴ്സ്, അതാണ് ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 56 ലിറ്റർ. അപ്പൊ നമ്മുടെ ഫോർമുലയിലെ സം ഓഫ് നമ്പേഴ്സ് അഥവാ ആകെ തുക എന്ന് പറയുന്നത് നമുക്ക് ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനില് നമുക്ക് എന്ത് കിട്ടി? നമ്മൾ സ്റ്റെപ്പ് എഴുതേണ്ടത് ഇതല്ല കേട്ടോ. നമ്മൾ ഈ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. സം ഓഫ് നമ്പേഴ്സ് അഥവാ ആകെ തുക എന്ന് പറയുന്നത് എത്ര കിട്ടി? 56 ലിറ്റർ എന്നുള്ളത് കിട്ടി ഇവിടെ ഇല്ലേ? അപ്പൊ നമ്മുടെ ഫോർമുലയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഏതൊക്കെ ടേംസാ തന്നിരിക്കുന്നതെന്നാണ് ആദ്യം മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ കഴിഞ്ഞ ആഴ്ച മൊത്തം കൊടുത്ത പാലിന്റെ അളവ് 56 ലിറ്റർ എന്ന് കിട്ടി. അതായത് സം ഓഫ് നമ്പേഴ്സ്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇനി എന്താണ്? പിന്നെ ഒരു നമ്പർ അവിടെ തന്നിട്ടില്ലേ. ചോദിച്ചേക്കുന്നത് എന്താ? ആവറേജ്. അതാണ് ചോദിച്ചത്. അപ്പൊ ആവറേജ് ആണ് ചോദിച്ചത് എങ്കിൽ ഒരു ടേമും കൂടെ നമുക്ക് മനസ്സിലാക്കാണ്ട് എന്ത്? ടോട്ടൽ നമ്പർ അതിൽ എത്രയാണെന്നറിയോ അല്ലെ? എണ്ണം. അതല്ലേ നമുക്കറിയേണ്ടത്. എണ്ണം എന്നുള്ളത് എങ്ങനെയാ മനസ്സിലാക്കുക? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ആകെ കൊടുത്ത പാലിന്റെ അളവാണ് 56 ലിറ്റർ. കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലെ എത്ര ദിവസമാണുള്ളത്? അത് പ്രത്യേകം ക്വസ്റ്റ്യനിൽ തരേണ്ട കാര്യമില്ല. 6ാം ക്ലാസ് കുട്ടികൾക്ക് അറിയേണ്ടതാ അല്ലെ? കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലുള്ള ദിവസങ്ങളുടെ എണ്ണം 7 ആണല്ലോ. അതായത് 7 ദിവസവും കൂടി കൊടുത്ത ആകെ പാലിന്റെ അളവാണ് 56 ലിറ്റർ എങ്കിൽ ഒരു ദിവസം കൊടുത്ത ആവറേജ് പാലിന്റെ അളവ് എത്ര? അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടെത്താം? ആവറേജ് അഥവാ ശരാശരി എത്രയാന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എങ്ങനെയാ കാണാം? സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. മലയാളം മീഡിയംകാരാണെങ്കിൽ എന്ത് റിപ്പീറ്റ് ചെയ്തത് ഓരോ സമയവും നമ്മള് ഫോർമുല പ്രോബ്ലത്തിൽ എഴുതണം തന്നെ എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് കേരളം തലേക്ക് കയറണം. ഈ 3 ഫോർമുലയും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ അതായത് മലയാളം മീഡിയംകാരെ എന്താ പറയാ? ആകെ തുക ബൈ എണ്ണം. ആകെ തുക 56 ബൈ നമ്പർ ഓഫ് ഡേയ്സ് 7. That is equal to എത്ര കിട്ടി? നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യാൻ തന്നെ അറിയാം. 7ന്റെ ടേബിളില് 56 ബൈ 7 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 56നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
എത്ര കിട്ടിയേ 8 ലിറ്റർ. അതായത് യൂണിറ്റ് എപ്പോഴും നമ്മൾ ആൻസറിന്റെ കൂടെ എഴുതണം. സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ, ലിറ്റർ ആണെങ്കിൽ ലിറ്റർ, റുപ്പീസ് ആണെങ്കിൽ റുപ്പീസ്. അത് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. അപ്പൊ എത്ര കിട്ടി? ഒരു ദിവസം കൊടുക്കുന്ന മണിക്കൂട്ടം കൊടുക്കുന്ന പാലിന്റെ അളവ് എത്രയാന്ന് കിട്ടി? 8 ലിറ്റർ എന്ന് കിട്ടി. മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഈ സം ഓഫ് നമ്പേഴ്സ് എന്നൊന്നല്ല ഈ പ്രോബ്ലത്തിൽ നമ്മൾ സ്റ്റെപ്പ് എഴുതേണ്ടത്. എന്താണ് എഴുതുക? ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് മണിക്കൂട്ടൻ ഗേവ് ലാസ്റ്റ് വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതേണ്ടത്. അതൊക്കെ ടീച്ചർ അയച്ചു തരും കേട്ടോ നോട്ടില്. എങ്ങനെയാണ് ഇത് ആൻസറിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഓരോ ക്വസ്റ്റ്യന്റെയും സ്റ്റെപ്സ് എഴുതാനും നമ്മൾ ഏകദേശം അറിഞ്ഞിരിക്കണം. 4ാം ക്ലാസ്സിലൊക്കെ വേർഡ് പ്രോബ്ലം ചെയ്തിട്ടുള്ളതല്ലേ കുറച്ച്, അപ്പൊ അറിയണ്ടാവും. അപ്പൊ 3ാമത്തെ ക്വസ്റ്റ്യനും നമ്മളുടെ കഴിഞ്ഞു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് പേജിലാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കൂ, പേജ് നമ്പർ 21 see the length of cloth needed to make ഇവിടെ see the length of ടേബിളിന്റെ തൊട്ട് മുകളിലത്തെ സെന്റൻസ്, അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4. അത് ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. എവിടെ വരെയാണ് എഴുതേണ്ടത്? see the length of cloth needed to make shirts for some kids in Sudhir's class. എന്നിട്ട് ആ ടേബിൾ വരയ്ക്കണം ക്വസ്റ്റ്യനിൽ. എന്നിട്ട് അതിന്റെ അടിയിലുള്ള ക്വസ്റ്റ്യനും കൂടി കോപ്പി ചെയ്യണം. എന്ത്? there are 23 boys in the class. How much should be bought to make shirts for all? അതുവരെയുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മലയാളം മീഡിയംകാരാണെങ്കിൽ എന്താണ്? സുധീറിന്റെ ക്ലാസ്സിലെ ചില കുട്ടികൾക്ക് കുപ്പായത്തിന് ആവശ്യമായ തുണിയുടെ അളവ് നോക്കൂ. അത് കഴിഞ്ഞ് ആ ടേബിൾ വരയ്ക്കുക. അതിന്റെ താഴെ ക്ലാസ്സിൽ 23 ആൺകുട്ടികളാണ് ഉള്ളത്. എല്ലാവർക്കും കൂടി ഏകദേശം എത്ര മീറ്റർ തുണി വാങ്ങേണ്ടി വരും എന്നുള്ളതാണ് ചോദ്യം. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4. അതുവരെയാണ് നമ്മൾ നോട്ടിലേക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയെടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ എഴുതിയതിനു ശേഷം നമ്മൾ ആൻസർ എഴുതാനുള്ളൂ. അപ്പൊ എന്താണ്? 5 കുട്ടികൾക്ക് ആവശ്യമായ തുണിയുടെ അളവാണ് ആ ടേബിളിൽ തന്നിരിക്കുന്നത്. എത്ര? സുധീറിന് 110 സെന്റിമീറ്റർ, രവിക്ക് 130 സെന്റിമീറ്റർ, രമേഷിന് 120, സുഹൈലിന് 140, ജോസഫിന് 100. അങ്ങനെയാണ് വ്യത്യസ്ത അളവുകളാണ് തന്നിരിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത അളവുകൾ തന്നാൽ നമുക്ക് ഈ ഒരാൾക്ക് എത്ര വീതം വേണം, അങ്ങനെയുള്ള 23 കുട്ടികൾക്ക് എത്ര വീതം വേണം എന്നുള്ളത് വ്യത്യസ്ത അളവുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ? ഒരേപോലത്തെ അളവുകളാണെങ്കിൽ ഇപ്പൊ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തില് 120 രൂപ വെച്ചാണ് ഓരോ കുട്ടിയും എടുക്കുന്നത് എങ്കിൽ ക്ലാസ്സിൽ മൊത്തം 30 കുട്ടികൾ ഉണ്ടെങ്കിൽ മൊത്തം എത്ര എമൗണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ വ്യത്യസ്ത അളവുകളാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മള് ഒരു കുട്ടിക്ക് ശരാശരി ആവശ്യമായ തുണിയുടെ അളവ് നമ്മൾ കണ്ടെത്താൻ പോവുക. എന്നിട്ടാണ് 23 കുട്ടികൾക്ക് മൊത്തം എത്ര തുണി വേണം എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അല്ലാതെ ഓരോ കുട്ടിക്കും വെവ്വേറെ അളവിൽ തുണിയാണെങ്കിൽ മൊത്തം 23 കുട്ടികൾക്ക് എത്ര സെന്റിമീറ്റർ തുണി വേണം എന്നുള്ളത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതില് 5 കുട്ടികൾക്ക് ആവശ്യമായ തുണിയുടെ അളവ് കണ്ടെത്തിയില്ലേ? അതിൽ നിന്ന് ഓരോ കുട്ടിക്കും ആവശ്യമായ ശരാശരി അഥവാ ആവറേജ് തുണിയുടെ അളവ് ഞാൻ കണ്ടെത്താൻ പോവാണ്. എങ്ങനെയാ കണ്ടെത്തുക അറിയോ? 5 കുട്ടികളുടെയും തുണിയുടെ അളവ് മൊത്തം കൂട്ടുക. ആകെ തുക ബൈ എണ്ണമല്ലേ ആവറേജ് കാണാൻ. അപ്പൊ ഈ തന്നിരിക്കുന്ന നമ്മുടെ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ് എന്ത്? 5 കുട്ടികൾക്കും കൂടി ആകെ ആവശ്യമായ തുണിയുടെ അളവ് ആദ്യം കണ്ടെത്താൻ പോവാ. എങ്ങനെയാ കാണാ? ആവറേജ് കാണാനായിട്ട് എന്താ ചെയ്യാ? സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ അല്ലേ? ഇവിടെ സം ഓഫ് നമ്പേഴ്സ് എന്തൊക്കെയാ? 110 പ്ലസ് 130 പ്ലസ് 120 പ്ലസ് 140 പ്ലസ് 100 ബൈ ഇത്രയും നമ്പറുകളല്ലേ ആകെ തുക എന്ന് പറയുന്നത്. എണ്ണം അല്ലേ? താഴെ എന്താ? ആവറേജിന്റെ ഫോർമുല എന്താ? സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ എന്നല്ലേ ഫോർമുല. ഇതിലെ സം ഓഫ് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്ന 5 കുട്ടികളുടെ തുണിയുടെ അളവ് ഞാൻ ആഡ് ചെയ്ത് എഴുതിയത്. ഇനി താഴെ എന്താ എഴുതുന്നത്? ടോട്ടൽ നമ്പർ. അത് എത്രയാ? 5 കുട്ടികളുടെയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടെത്തുന്നത്? ഒരു കുട്ടിക്ക് 23 കുട്ടികൾക്ക് നമുക്ക് കാണണം. ഒരു കുട്ടിക്ക് ആവശ്യമായ ആവറേജ് ക്ലോത്തിന്റെ നീളം കാണണം. ശരാശരി തുണിയുടെ അളവ് കണ്ടെത്താനാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്തപ്പോ നമുക്ക് 600 എന്ന് കിട്ടി. 600 by 5, അതായത് 600 ഹരിക്കണം 5.
എത്ര കിട്ടിയേ? 120 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതായത് ഒരു കുട്ടിക്ക് ആവശ്യമായ ശരാശരി തുണിയുടെ അളവ് 120 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഇതേ അളവുകളുള്ള ഈ 33 കുട്ടികൾക്ക് ആവശ്യമായ എന്ത് വേണം? തുണിയുടെ അളവ് എത്ര എന്നുള്ളത്. അപ്പൊ ഒരു കുട്ടിക്ക് ആവശ്യമായ തുണിയുടെ അളവാണ് നമുക്ക് എന്ത് കിട്ടിയത്? 120 സെന്റിമീറ്റർ എന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ തന്നിട്ട് 23 പേരുടെ കാണാനായിട്ട് എന്താ ചെയ്യുക? ഒരു മിഠായിയുടെ വില തന്നിട്ട് അതേ വിലയുള്ള 20 മിഠായിയുടെ വില എങ്ങനെയാ കാണുക? 20 ഇൻറ്റു ആ മിഠായിയുടെ വില എത്രയാണോ അതല്ലേ. ഒരു പേനയുടെ വില 10 രൂപ. അങ്ങനെയുള്ള 20 പേനയുടെ വില എങ്ങനെയാ കാണുക? 20 ഇൻറ്റു 10 200 രൂപ എന്നല്ലേ വരിക. അതേപോലെ ഒരു കുട്ടിക്ക് ആവശ്യമായ തുണിയുടെ അളവ് 120 ആണ്. അങ്ങനെയാണെങ്കിൽ 23 കുട്ടികൾക്ക് ആവശ്യമായ തുണിയുടെ അളവ് എങ്ങനെയാ കാണുക? 23 ഇൻറ്റു 120 എന്നല്ലേ കാണാം. അതായത് 120 ഇൻറ്റു 23. 0 ഒഴിവാക്കിയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ അറിയാലോ അല്ലെ. എത്ര വന്നു നമുക്ക്? 2760 സെന്റിമീറ്റർ. അതായത് ഇതിന് തന്നെ മീറ്റർ ആക്കാൻ അറിയാലോ. 1000 മീറ്റർ അല്ലേ? 1000 സെന്റിമീറ്റർ 100 സെന്റിമീറ്റർ അല്ലേ ഒരു മീറ്റർ. അപ്പൊ ഇതിനെങ്ങനെയാ എഴുതുക? 27 മീറ്റർ 60 സെന്റിമീറ്റർ എന്നുള്ളത് എഴുതാൻ സാധിക്കില്ലേ? അറിയില്ലേ സെന്റിമീറ്റർ മീറ്റർ ആക്കാനായിട്ട്? ഇതിനെ 100 കൊണ്ട് ഹരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 2 സ്ഥാനം കഴിഞ്ഞിട്ടുള്ള സംഖ്യ മീറ്ററിന്റെ കൂടെ, അവസാനത്തെ 2 അക്കം സെന്റിമീറ്ററിന്റെ കൂടെ. ഇതൊക്കെ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടല്ലോ 4ാം ക്ലാസ്സിൽ അല്ലേ. സെന്റിമീറ്ററിന്റെ അളവിനെ ഇങ്ങനെ ആക്കാനായിട്ട് 27 മീറ്റർ 60 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ. അപ്പൊ ഇതെങ്ങനെ കണ്ടെത്താന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. 5 കുട്ടികളുടെ തുണിയുടെ നീളം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കുട്ടിക്ക് ആവശ്യമായ ശരാശരി തുണിയുടെ അളവ്, ആവറേജ് ക്ലോത്തിന്റെ നീളം കണ്ടെത്താൻ ആകെ തുക ബൈ എണ്ണം, സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. സം ഓഫ് നമ്പേഴ്സ് 5 കുട്ടികളുടെ, അത് ആഡ് ചെയ്തു. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. 5 കുട്ടികളുടെയാണ് തന്നിരിക്കുന്നത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു കുട്ടിക്ക് ആവശ്യമായത് 120 ആണ്. അങ്ങനെയാണെങ്കിൽ 23 കുട്ടികൾക്ക് ആവശ്യമായത് 120 ഇൻറ്റു 23. അങ്ങനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമല്ലോ. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഈ 4ാമത്തെ ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ 4 പ്രോബ്ലംസും കറക്റ്റായിട്ട് എഴുതി പഠിക്കുക. അതുപോലെ ഫോർമുലാസ് നന്നായിട്ട് ഹൃദ്യസ്ഥമാക്കിയിട്ട് പഠിക്കുക. എന്നാലേ നമുക്ക് ഇനിയുള്ള പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ അന്നന്ന് എടുക്കേണ്ടത് കൃത്യമായിട്ട് എഴുതി പഠിക്കണം. റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കാണണം. ക്ലാസ്സും തന്നിരിക്കുന്ന നോട്ടുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മാത്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.